ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇറ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പാർക്കാണ് കേട്ടോ. അവിടേക്ക് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിൽ. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒന്നുമല്ല, ഞങ്ങൾ ഒരുപാട് വർഷത്തിന് ശേഷം +2 ബാച്ച് ഒരു റീയൂണിയൻ ഗെറ്റ് ടുഗദർ പ്രോഗ്രാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, പെരിന്തൽമണ്ണക്കടുത്ത് MES മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു സ്പോട്ട് കേട്ടോ. പുത്തനങ്ങാടിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പം ഞങ്ങളിതാ 13 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു റീയൂണിയൻ പ്രോഗ്രാം സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിട്ടുള്ളത്. ചിലരൊക്കെ കുട്ടികളെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ നടന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പാർക്കിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഇതാണ് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നീടാണ് അവിടെ അങ്ങനെ പാർക്കിലേക്കും പോകാനായിട്ട് നിന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ബാക്കിൽ വരും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ +2 ബാച്ച്. കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ, നാട്ടിലുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോയത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അയ്യോ വീഡിയോ എടുത്താൽ മതിയായിരുന്നു, അത്രക്കല്ല അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. പക്ഷേ കയ്യിലുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ഒരു അപ്ലോഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാർക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണുന്ന സംഭവമാണ് ഈ ഒരു ഹോഴ്സ് റൈഡിങ് കേട്ടോ. അപ്പോൾ ഇതിൽ മക്കൾ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ അവരെ കയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ഒരു കാർ റൈഡ്, അതിലും കൂടെ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 150 ആണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ റിസോർട്ട് എടുത്ത കാരണം ഇതെല്ലാം അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ. സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ടിക്കറ്റ് ചാർജ് മേ ബി 150 ആണെന്ന് തോന്നുന്നു. എന്നാലും നല്ല വർത്ത് ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രക്ക് കാണാനും ആസ്വദിക്കാനും ഉള്ള സംഭവങ്ങൾ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 150 ആണെങ്കിലും അത് നല്ലോണം മുതലാക്കിയിട്ട് പോരാന്ന് പറയാം കേട്ടോ. രണ്ട് കൈ മുടിച്ചോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പെറ്റ്സ് പാർക്ക്. ഇവിടേക്ക് വേറെ ടിക്കറ്റ് എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം അവർ അതിൽ കളിക്കുമ്പോൾ അവരുടെ പിന്നാലെ ഓടി നമ്മളും കൂടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പെറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ കയ്യിൽ ഇത് എടുക്കുമ്പോഴേക്കും ഈ ഒരു കിളികൾ നമ്മുടെ തലയിലും കയ്യിലും ഒക്കെ വന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് പോരാനായിട്ട് പറ്റില്ല. അതിന് വീഡിയോസിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവും. കാരണം പകൽ ടൈമിലാണ് അങ്ങോട്ട് കയറിയത്. തിരിച്ച് വീഡിയോ അവസാനിക്കുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഒട്ടകം അതേപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പാമ്പിൻ്റെ സെക്ഷനിലേക്ക് എത്തിയത് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഇവർ കഴുത്തിലിട്ട് തരും, നമുക്ക് വേണമെങ്കിൽ ഇടാം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, മക്കളൊക്കെ ഇട്ടു കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു. അന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ കേറുന്നു. ഏത് ആ വെള്ളം
പാമ്പ് പോണ കണ്ടോ കൈ ഇങ്ങനെ വെക്കണ്ടോ നോക്കട്ടെ എങ്ങനെയുണ്ട് പാമ്പ് എടുത്ത് പോണി തൊടുന്നറപ്പാണ് മതി മതി കിട്ടിയോ പോകാൻ പറ്റില്ല. അങ്ങനെ പെറ്റ്സിൻ്റെ ആ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശമൊക്കെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഇതാ വിശാലമായൊരു സ്വിമ്മിങ് പൂള്. അപ്പോൾ ഇതിലേക്കും അവർ കുറേ ടൈം കളിക്കാനായിട്ട് നിന്നു കേട്ടോ. ഇവിടേക്കും വേറെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും ഇവിടെ വേറെ വേറെ സെപ്പറേറ്റ് ടിക്കറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെയും കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ പൂളിൽ നിന്നൊക്കെ കയറിയിട്ട് പിന്നെ അവിടെ കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി, രാത്രിയായി. അത്ര ടൈം നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കാണാനും സ്പെൻഡ് ചെയ്യാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയാലും ഒരു കുഴപ്പമില്ല, മുതലാക്കി തന്നെ പോരാം. പിന്നെ ഇവിടുത്തെ കിഡ്സ് പാർക്കിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ലൈറ്റൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പ്രയർ ഹാള്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കാണാൻ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ പഴയ പാർക്കിനേക്കാളും കുറേ അവർ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊന്നും ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കാനായിട്ട് പോയതല്ല, ജസ്റ്റ് പ്രോഗ്രാമിന് പോയപ്പോൾ എടുത്ത വീഡിയോസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്